നമസ്കാരം. RT ഫുട്ബോൾ പോഡ്കാസ്റ്റിൻ്റെ 30ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ സീരീസിൽ നമ്മൾ വാർത്തകൾക്കപ്പുറം നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെയാണല്ലോ പങ്കുവെക്കാറുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. സാബി അലോൺസോ റയൽ മാഡ്രിഡിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്തായതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു. പല വാർത്തകൾ പലതരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. സാബിക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല, അദ്ദേഹത്തെ സാക്ക് ചെയ്തതാണ് എന്ന് പറയുമ്പോൾ മറ്റു ചിലർ അയാളെ സാക്ക് ചെയ്തതല്ല, സ്വയം പോയതാണ്, താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്, ചില ജേർണലിസ്റ്റുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. മ്യൂച്വൽ എഗ്രിമെൻറ്റിലൂടെ മ്യൂച്വൽ ഡിസിഷനാണെന്ന് സ്റ്റേറ്റ്മെൻറ്റിലുണ്ടല്ലോ എന്നൊക്കെയാണ്. ഒരു കോച്ചിനെ സാക്ക് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഇതിനു മുമ്പ് വായിച്ചിട്ടില്ലേ? അതിലൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവുക, മ്യൂച്വൽ എഗ്രിമെൻറ്റിലൂടെ തന്നെയാണ് പോയത് എന്ന്. അതങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ, അതങ്ങനെ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇവിടെ സാബിക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല, അദ്ദേഹം അവിടെ തുടരുമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഒടുവിൽ ഇന്നലത്തെ പെട്ടെന്നുള്ളൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പുറത്തേക്ക് പോകുന്നത്. മാസങ്ങളായിട്ട് അവിടെ റിഫ്റ്റ് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് അങ്ങ് പറഞ്ഞു പോകാറുള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നത്, നമ്മൾ പ്യുവറായിട്ട് ഈ വീഡിയോ ഗുയം ബലാഗിൻ്റെ BBC സ്പോർട്ടിലെ ലേഖനത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ കോളത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ്, അതിനടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇദ്ദേഹം ആരാണെന്ന് ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന, സ്പാനിഷ് ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. സ്പാനിഷ് ഫുട്ബോൾ എക്സ്പേർട്ടാണ്. അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് സാബി അലോൺസോയുടെ പുറത്താവലിലേക്ക് നയിച്ച കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കണക്ഷൻ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ബിഹൈൻഡ് ദി സീൻ എന്താണ് സംഭവിച്ചത്, സാബിയുടെ പുറത്തുപോക്കിൻ്റെ ബിഹൈൻഡ് ദി സീൻ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇതിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം തുടങ്ങുന്നതിന് എങ്ങനെയാണ്, ഇമേജസ്, ചിത്രങ്ങൾ പലപ്പോഴും വളരെ വേഗത്തിൽ സഞ്ചരിക്കും, പെട്ടെന്ന് വൈറലാവുന്ന ഉദ്ദേശിക്കുന്നത്. കിലിയൻ എംബാപ്പെ തൻ്റെ ടീംമേറ്റ്സിനോട് കളിക്കളം വിട്ടു പോകാൻ പറയുന്നു. സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ കഴിഞ്ഞിട്ട് ബാഴ്സലോണ താരങ്ങൾക്ക് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കാതെ പെട്ടെന്ന് കളിക്കളം വിട്ടു പോകാൻ വേണ്ടി പറയുന്നു. സാബി അലോൺസോ പക്ഷേ അവിടെ നിൽക്കാൻ പറയുകയാണ്, പോകണ്ട, അവിടെ നിൽക്ക്, ഈ ഗാർഡ് ഓഫ് ഓണർ കൊടുക്കാമെന്ന ഉദ്ദേശത്തിലാണ് അദ്ദേഹമുള്ളത്. പക്ഷേ എംബാപ്പെ വീണ്ടും അവിടെ വിട്ടു പോകാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. സാബി ഇവഞ്ച്വലി തൻ്റെ സൂപ്പർ താരം പറയുന്നതിന് വഴങ്ങിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. നോ ഗാർഡ് ഓഫ് ഓണർ ഫോർ ബാഴ്സലോണ. സ്പാനിഷ് സൂപ്പർ കപ്പ് വിജയിച്ചതിന് ശേഷം ബാഴ്സലോണയ്ക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകിയില്ല. പലർക്കും ഇതൊരു ലാക്ക് ഓഫ് സ്പോർട്ടിംഗ് ഗ്രേസ് എന്ന രൂപത്തിൽ കാണാം. ക്ലാസ്ലെസ് ആയിട്ടുള്ള പ്രവർത്തനം എംബാപ്പെ ചെയ്തു എന്ന്. ഒരിക്കലും നമ്മൾ സാബി അലോൺസോയുടെ കരിയറിൽ നിന്ന് ഇങ്ങനെ ക്ലാസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ അതിനേക്കാൾ അപ്പുറത്തേക്ക് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ ടീമിനെ മാനേജ് ചെയ്യുന്നത് മാനേജറല്ല ഇവിടെ ഇൻചാർജ്, ചില സൂപ്പർ താരങ്ങളാണ് എന്ന് പുറത്തേക്ക് വെളിപ്പെടുന്ന സമയമായിരുന്നു അത്. മാനേജർ പറഞ്ഞാലൊന്നും കേൾക്കാത്ത കുറേ കളിക്കാർ എന്നൊരു ഫീല് അത് ആളുകളിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു ടൈറ്റായിട്ട് ഫൈറ്റ് ചെയ്തൊരു ഫൈനൽ മത്സരം, ഡിഫ്ലക്റ്ററായിട്ടുള്ളൊരു ഗോളാണ് ആ കളിയുടെ വിധി നിർണ്ണയിച്ചത്. എന്നിട്ടിങ്ങനെ സംഭവിക്കുമ്പോൾ സാബിക്ക് സ്വാഭാവികമായിട്ടും ഇനഫ് എന്നൊരു ഫീലിംഗ് വരും. പക്ഷേ ഇതൊരു റെസിഗ്നേഷൻ അല്ല. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സാബി ഞാൻ പോവാന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയി എന്നാ പലരും പറഞ്ഞു. അങ്ങനെയല്ല. ദിസ് ഈസ് നോട്ട് എ റെസിഗ്നേഷൻ, ഇറ്റ് വാസ് നോട്ട് പ്ലാൻഡ്. ഇനിയിപ്പോൾ സ്പാനിഷ് ഫുട്ബോൾ എക്സ്പേർട്ടിനേക്കാൾ ഇവരുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് മെസ്സേജൊക്കെ വരികയാണ്, സാബിയെ പുറത്താക്കിയതല്ല, നിങ്ങൾ ഫോൾസ് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അതിലാണ് ഈ പറയുന്നത്, this was not a registration but resignation, but this was not a resignation and it was not planned. Sabi Alonso did not expect to be leaving as Real Madrid boss just 7.5 months after being appointed, not at anyway. അങ്ങനെ അദ്ദേഹം ചിന്തിച്ചിട്ടേ ഇല്ല. 3 വർഷത്തേക്ക് അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് 7-7.5 മാസക്കാലം കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവേണ്ടി വരുമെന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. അങ്ങനെ റിസൈൻ ചെയ്തു പോയതല്ല. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ മ്യൂച്വൽ എഗ്രിമെൻ്റ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് ഇന്നെവിറ്റബിളായിട്ടുള്ള ഒരു ഡിപ്പാർച്ചറായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപാട് ഡിസഗ്രിമെൻറ്റ്സ്
മാനേജറുമായിട്ട് ടാക്റ്റിക്കലായിട്ടുള്ള വിഷയങ്ങളിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് താരങ്ങൾക്കൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഘട്ടത്തിൽ ഇന്നലെ സ്പാനിഷ് ടൈം 4:30 വൈകിട്ട് 4:30 ബോർഡ് മീറ്റിംഗ് ചേരുന്നു. റയൽ മാഡ്രിഡിൻ്റെ ബോർഡ് മീറ്റിംഗ് ചേരുന്നു വിത്ത് വൺ സബ്ജക്റ്റ് ഓൺ ദി ടേബിൾ. അവരുടെ മുന്നിൽ ഒരേ ഒരു വിഷയമേ ഉള്ളൂ, ഒരേ ഒരു അജണ്ടയേ ഉള്ളൂ. ദാറ്റ് ഈസ് ദി ഡിപ്പാർച്ചർ ഓഫ് സാബി അലോൺസോ. സാബി അലോൺസോയുടെ പോക്ക്, സാബി അലോൺസോയുടെ പുറത്താക്കൽ, അല്ലെങ്കിൽ സാബി അലോൺസോയുമായിട്ട് വഴി പിരിയൽ, ഇത് മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഇന്നലെ വൈകിട്ട് 4:30 സ്പാനിഷ് ടൈം 4:30 അവർ മീറ്റിംഗ് ചേർന്നു. എന്നിട്ട് അദ്ദേഹത്തെ ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു എക്സ്പ്ലനേഷൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങൾക്കുമൊക്കെ കൊടുക്കണമല്ലോ. കൊടുത്തു. പക്ഷേ അത് ആംബിഗസ് ആയിരുന്നു. ആംബിഗസ് എന്ന് പറഞ്ഞാൽ അൺക്ലിയർ ആയിരുന്നു, നോട്ട് ക്ലിയർ, വ്യക്തതയില്ലാത്തൊരു വിശദീകരണം. അതിൽ പറയുന്ന കാര്യം എന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ ഒരു ഫുട്ബോൾ രീതി ഉണ്ടല്ലോ, ബയർ ലെവർക്യൂസനിൽ അദ്ദേഹം സക്സസ്ഫുൾ ആയ ഫുട്ബോൾ രീതി, അത് റയലിൽ സക്സസ്ഫുള്ളി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയില്ല. ടീമിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ ഐഡിയൽ ആയിരുന്നില്ല, പ്ലെയേഴ്സ് ഇമ്പ്രൂവ് ആയിട്ടില്ല, അദ്ദേഹത്തിന് വേണ്ടി അവർ കളിക്കുന്നു എന്ന രൂപത്തിൽ അവർ കളിക്കുന്നില്ല. ഇതൊക്കെയാണ് വിശദീകരണം. അപ്പോൾ അതോടൊപ്പം തന്നെ പരാജയത്തിൻ്റെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, താങ്ങാൻ പറ്റാത്ത പരാജയങ്ങൾ സംഭവിച്ചത്. അതിലൊന്ന് ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ PSG പരാജയപ്പെട്ടതാണ്. മറ്റൊന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിനോട് ലാലിഗയിൽ 5-2 പരാജയപ്പെട്ടത്. അത് വളരെ എടുത്തു പറയുന്ന കാര്യമാണ്. ആ 5-2 പരാജയം റയൽ മാഡ്രിഡിന് വലിയ രൂപത്തിൽ തിരിച്ചടി ഉണ്ടാക്കി. സാബി അലോൺസോയും റയലിൻ്റെ ബോർഡും തമ്മിലൊക്കെയുള്ള ആ ഒരു റിലേഷൻഷിപ്പിന് വലിയ ഡാമേജ് ഉണ്ടാക്കിയ തോൽവിയാണത് എന്ന്. എന്നിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്നിട്ടും ഇങ്ങനെയൊക്കെ എണ്ണി ഇത്രയൊക്കെ തോറ്റില്ല, അതാക്കിയില്ലേ ഇതാക്കിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്നിട്ടും ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ ടോപ്പ് 8 റയൽ മാഡ്രിഡ് ഉള്ളത് എന്ന് മറക്കണ്ട. നിങ്ങൾക്കറിയാലോ, ചാമ്പ്യൻസ് ലീഗിൽ 7ാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ്. ആദ്യം 8 സ്ഥാനത്തെത്തുന്നവർ, ലീഗ് ഘട്ടത്തിൽ ആദ്യം 8 സ്ഥാനത്തെത്തുന്നവർ ഡയറക്റ്റ്ലി റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ചെയ്യും. ആ നല്ല ഹെൽത്തി പൊസിഷനിലാണ് അവിടെ ഇപ്പോൾ റയൽ മാഡ്രിഡ് ഉള്ളത്. കഴിഞ്ഞില്ല. ഇപ്പോൾ അത് ഒരു കാര്യം കൂടി പറയണം, ചാമ്പ്യൻസ് ലീഗാണല്ലോ റയൽ മാഡ്രിഡിനെ ഇന്നത്തെ രൂപത്തിൽ ഡിഫൈൻ ചെയ്യുന്നത്. UCL രാജാക്കന്മാർ, യൂറോപ്പിൻ്റെ രാജാക്കന്മാരെന്ന് അവിടെ ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല സാബിയുടെ ടീമാണ്. ഇനിയിപ്പോൾ ലീഗിലാണെങ്കിലോ, ലീഗിൽ അവർ 2ാം സ്ഥാനത്താണ്. പകുതി കളികളെ ലീഗിലായിട്ടുള്ളൂ. കഴിഞ്ഞ എൽ ക്ലാസിക്കോയിൽ, സൂപ്പർ കോപ്പ ഡി എസ്പാനയുടേതല്ല, ലാലീഗയിലെ എൽ ക്ലാസിക്കോയിൽ FC ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയിട്ടുമുണ്ട്. 4 പോയിൻ്റ് ഡിഫറൻസ് ഉള്ളത്, ടേൺ അറൗണ്ട് ചെയ്യാവുന്നതാണ്. മാത്രമല്ല കോപ്പ ഡെൽ റേയിൽ അടുത്ത റൗണ്ടിലേക്ക് കടന്നു പോയിട്ടുമുണ്ട്. എന്നിട്ടാണ് പുറത്താക്കുന്നത്. അപ്പോൾ ഇതൊരു ക്രൈസിസ് ആണോ എന്ന് ചോദിച്ചാൽ എന്ത് ക്രൈസിസ്? പക്ഷേ ഇത് ക്രൈസിസിനും അപ്പുറമാണ് എന്നാണ് വിലയിരുത്തപ്പെട്ടത്. കാരണം ഫ്ലോറന്റിനോ പെരസ് ഒരിക്കലും ഈ മാനേജറിൽ പൂർണ്ണ വിശ്വാസമുള്ളവനായിരുന്നില്ല അത്രേ. It was confirmation that Florentino Perez never truly believed in his manager. Yes, സാബി അലോൺസോ എന്ന മാനേജറിൽ പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസം ഫ്ലോറന്റിനോ പെരസിന് ഉണ്ടായിരുന്നില്ല എന്ന് ഗുയം ബലാഗ് പറയുന്നു, സ്പാനിഷ് ഫുട്ബോൾ എക്സ്പേർട്ട്. എന്ന് പറഞ്ഞാൽ സാബി അലോൺസോയെ അടുത്ത കോച്ചായിട്ട് ഫ്ലോറന്റിനോ പെരസിന് മുന്നിലേക്ക് സജസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹം അത് അംഗീകരിക്കുന്നു, ബട്ട് വിതൗട്ട് കൺവിക്ഷൻ. അപ്പോൾ ബയർ ലെവർക്യൂസനിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ എല്ലാവരും സാബിയെ തുടക്കം മുതൽ തന്നെ അംഗീകരിച്ചൊന്നുമല്ല. പക്ഷേ റിസൾട്ടുകൾ വന്നു, നല്ല റിസൾട്ട് വന്നു. സ്ക്വാഡ് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് കളിക്കാൻ തുടങ്ങി. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടിലേക്ക് പോയി. പക്ഷേ റയൽ മാഡ്രിഡിലോ ഡീസൻറ്റ് റിസൾട്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടും താരങ്ങൾ അദ്ദേഹം പറയുന്ന പോലെ അദ്ദേഹത്തോടൊപ്പം നിന്ന് അദ്ദേഹത്തിൻ്റെ രീതിയിൽ കളിക്കുന്നത് ഒരിക്കലും സംഭവിച്ചില്ല. ദാറ്റ് നെവർ ഹാപ്പൻഡ് ഫ്രം ദി സ്റ്റാർട്ട്. സാബി ഫെൽറ്റ് അലോൺ. തുടക്കം മുതൽ സാബിക്ക് താൻ ഒറ്റക്കാണെന്നൊരു ഫീലിംഗ് ആയിരുന്നു റയൽ മാഡ്രിഡിൻ്റെ കോച്ചായപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ റയൽ മാഡ്രിഡിലൊരു മാനേജറിയൽ കരിയർ ആരംഭിക്കുക എന്നുള്ളത് ഒരു വളരെ ഹാർഡസ്റ്റ് ആയിട്ടുള്ളൊരു ചാലഞ്ചാണ്. ഫുട്ബോളിലെ ഹാർഡസ്റ്റ് ആയിട്ടുള്ള ചാലഞ്ചുകളിലൊന്നാണ്. റയൽ മാഡ്രിഡിൽ നിന്നൊരു അവസരം വന്നാൽ ആരും നോ എന്ന് പറയില്ല.
പക്ഷേ എത്രത്തോളം ഡിഫിക്കൽട്ടായിരിക്കും അവിടുത്തെ ആ ഒരു കൾച്ചർ അത് ട്രാൻസ്ഫോം ചെയ്തെടുക്കാനെന്ന് പലർക്കും മനസ്സിലാവുന്നില്ല. ഇൻഡിവിജ്വൽ ബ്രില്യൻസിനെ മോഡേൺ കളക്റ്റീവ് ഫുട്ബോളിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും പറ്റുന്ന ഒന്നല്ല. എല്ലാവരും പ്രസ് ചെയ്യുന്നു, എല്ലാവരും ഡിഫെൻഡ് ചെയ്യുന്നു. ആ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല റയൽ മാഡ്രിഡിൽ. സാധാരണഗതിയിൽ ഒരു മാനേജർ ഒരു ടീമിലേക്ക് വരുമ്പോൾ അയാൾ വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിരിക്കും. പക്ഷെ മാഡ്രിഡ് അവിടെയും അദ്ദേഹത്തിൻ്റെ അതോറിറ്റി തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്തതെന്ന് ഗുയം ബലാഗ് നിരീക്ഷിക്കുന്നു. അതായത് സാബി അലോൺസോ ആഗ്രഹിച്ചത് ക്ലബ്ബ് വേൾഡ് കപ്പിന് ശേഷം ടീമിൻ്റെ കോച്ചായിട്ട് വരാമെന്നുള്ളതായിരുന്നു. അതിന് കാരണം ക്ലബ്ബ് വേൾഡ് കപ്പ് എന്ന് പറയുന്ന ടൂർണമെൻ്റ് ഒരു സീസണിന് അവസാനം നടക്കുന്ന ഒന്നാണ്. സാബി കൊണ്ടുവന്ന താരങ്ങളൊന്നുമല്ല അവിടെ ഉള്ളത്. പ്ലെയേഴ്സ് ആണെങ്കിൽ അടുത്ത ഹോളിഡേയിനെ കുറിച്ചും അതുപോലെ തന്നെ പലരും അടുത്ത വർഷം താൻ അവിടെ ഉണ്ടാവില്ല എന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് തനിക്ക് അവിടെ കോച്ചായിട്ട് എത്താൻ താല്പര്യമില്ല. ക്ലബ്ബ് വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് ടീമിൻ്റെ കോച്ചിങ് സ്ഥാനം ഏറ്റെടുക്കാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യം. പക്ഷേ അത് ഡിസ്കസ് ചെയ്യാൻ പോലും റയൽ മാഡ്രിഡ് തയ്യാറായില്ല. എന്നിട്ട് അദ്ദേഹം ആ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ടീമിനെ ഒരുക്കി ഇറക്കേണ്ടി വന്നു വിത്തൗട്ട് പ്രോപ്പർ ട്രെയിനിങ്. പിന്നെ നടത്തിയ സൈനിങ്ങുകളോ നോക്കുക. ഇതാ സൈനിങ്ങളെ കുറിച്ച് പറയുന്നത് ഫ്രാങ്കോ മസ്റ്റൻഡൂനോ. വളരെ ചെറിയ ഹെൽപ്പുകൾ മാത്രമാണ് ആ സൈനികളിലൂടെ ലഭിച്ചത്. ഫ്രാങ്കോ മസ്റ്റൻഡൂനോ സോൾഡ് ബൈ പാർട്സ് ഓഫ് ദി മീഡിയ ആസ് ദി ആൻറ്റി ലാമിനെ യമാൽ മേഡ് നോ റിയൽ ഇമ്പാക്റ്റ്. നമ്മൾ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞപ്പോൾ പിന്നെ കുറേ ആളുകൾ വേറെ പലതും പറഞ്ഞുകൊണ്ട് നമുക്കെതിരെ വരികയായിരുന്നു. ഇതാ സ്പാനിഷ് ഫുട്ബോൾ എക്സ്പെർട്ട് അത് തന്നെ പറയുന്നു, പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റ് ഒന്നും ഫ്രാങ്കോ മസ്റ്റൻഡൂനോയുടെ സൈനിങ് റയൽ മാഡ്രിഡിൽ ഉണ്ടാക്കിയിട്ടില്ല. വിനി ജൂനിയറുടെ കാര്യത്തിൽ ക്രൈസിസിൻ്റെ തുടക്കമാണ്. ഈ ഒരു എൻഡിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് അവിടെ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ഫോം ഡിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പുതിയ മാനേജറെ കുറ്റപ്പെടുത്തുന്നു. എന്നിട്ടോ എൽ ക്ലാസിക്കോയിൽ മാനേജറുടെ സബ്സ്റ്റിറ്റ്യൂഷൻ തീരുമാനത്തെ പരസ്യമായിട്ട് എതിർക്കുന്നു. എന്നിട്ട് മാപ്പ് പറയുമ്പോൾ എല്ലാവരോടും മാപ്പ് പറഞ്ഞു എക്സെപ്റ്റ് സാബി അലോൺസോ. അതായിരുന്നു വിനിയുടെ സ്റ്റേറ്റ്മെൻറ്റ്. അത് അന്ന് നമ്മൾ ചർച്ച ചെയ്ത അതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ എന്തായാലും വിനി മാപ്പ് പറഞ്ഞല്ലോ, കൂടുതൽ വിഷയത്തിലേക്ക് ഞാനില്ല എന്നാണ് സാബി അന്ന് പറഞ്ഞത്. താരങ്ങൾക്ക് മാനേജറോട് റെസ്പെക്റ്റ് ഉണ്ടാവുന്നില്ല എന്നുള്ളതിൻ്റെ കൃത്യമായ വ്യക്തമായ തെളിവുകളായിരുന്നു അതൊക്കെ. മാത്രമല്ല വിനി ജൂനിയർ തൻ്റെ കോൺട്രാക്റ്റ് ടോക്സ് പോസ് ചെയ്യുന്നു. സാബിക്ക് എന്ത് സംഭവിക്കുന്നു എന്നനുസരിച്ച് സാബി തുടരുമോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞിട്ട് പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്താൽ മതി എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ എന്താ, മാനേജർക്കെതിരെ തന്നെ നിൽക്കുന്നു ചില താരങ്ങൾ എന്നുള്ളത് വ്യക്തമായിരുന്നു. പിന്നെ ഇഞ്ചുറീസ് ഡിഫൻസിനെ വല്ലാതെ വലച്ചു. ക്ലബ്ബ് അദ്ദേഹം ആവശ്യപ്പെട്ട സൈനിങ് നടത്താതിരുന്നു. മാർട്ടിൻ സുബിമെൻഡിയുടെ കാര്യം. സുബിമെൻഡിയെ പിന്നെ മറ്റുള്ളവർ കൊണ്ടുപോയെന്നേ. അവസാന ഘട്ടത്തിലാണ് പിന്നെ സുബിമെൻഡിക്ക് വേണ്ടിയിട്ട് റയൽ ഇറങ്ങുന്നത്. അപ്പോഴേക്കും മറ്റുള്ളവർ അദ്ദേഹത്തെ കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. സാബി പറഞ്ഞ താരത്തെ സൈൻ ചെയ്യാൻ പോലും ആ ഘട്ടത്തിൽ തയ്യാറായില്ല. പിന്നെ ഈ ഒരു ഗ്രൂപ്പിൽ, ഈ ഒരു ടീമിൽ ഇതിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന സ്ട്രോങ് പേഴ്സണാലിറ്റീസ് ആ ടീമിനകത്തുണ്ടായിരുന്നില്ല. ഈവൻ ഫെഡറിക്കോ വാൽവെർദെ സാധാരണ അങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കെൽപ്പുള്ളയാളാണ്. അദ്ദേഹം പോലും താൻ കളിക്കുന്ന പൊസിഷനെ കുറിച്ച് മാത്രം ചിന്തിക്കാൻ തുടങ്ങി. കളക്റ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നൊരവസ്ഥയുണ്ടായി. എംബാപ്പെ റെക്കോർഡുകളെ ചേസ് ചെയ്തു പോയി, ഗോളടിച്ചു കൂട്ടി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് ഇഞ്ചുറി എന്ന് പോലും വേണ്ട വിധത്തിൽ റിക്കവർ ആവാതെ വീണ്ടും കളിക്കാനെത്തുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ 59 ഗോൾ ഒരു കലണ്ടർ ഇയറിൽ റയൽ മാഡ്രിഡിൽ അടിച്ചതിൻ്റെ റെക്കോർഡിനോടൊക്കെ ഈക്വലൈസ് ചെയ്യുന്നു. പക്ഷേ സാബി ഒരിക്കലും തൻ്റെ താരങ്ങളെ താൻ ഉദ്ദേശിക്കുന്ന രീതിയാണ് ഏറ്റവും മികച്ചത്, ഈ രൂപത്തിലാണ് കളിക്കേണ്ടത് എന്ന് കൺവിൻസ് ചെയ്യാൻ സാബിക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം അതിൽ ഫെയിലായി. ആൻഡ് വിതൗട്ട് ദാറ്റ് അദ്ദേഹത്തിന് ഹൈ പ്രസ് ഇമ്പോസ് ചെയ്യാൻ പറ്റിയില്ല. അത് ആ ടെമ്പോ കൺട്രോൾ ചെയ്യുക, പൊസിഷണൽ ഫുട്ബോൾ കളിക്കുക, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലെവർക്യൂസൻ സൈഡിനെ തലപ്പത്തേക്ക് കൊണ്ടുപോയത്. അതൊന്നും ഇവിടെ അദ്ദേഹത്തിന് നടപ്പാക്കാനും പറ്റാതെ വന്നു. സോ വാട്ട് നൗ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് അദ്ദേഹത്തിലേക്ക് വരുന്നു അടുത്തത് എന്നുള്ളത് വെയിറ്റ് ചെയ്യുകയായിരിക്കും. എല്ലാവർക്കും അറിയാം അദ്ദേഹം അവിടെ വിട്ടു പോകുന്നു. അദ്ദേഹത്തിന് പോകാൻ താല്പര്യമില്ലാതിരുന്നിട്ടും അദ്ദേഹം പോകുന്നു. അത് ഒരർത്ഥത്തിൽ ബിറ്റ് ഓഫ് റിലീഫായിരിക്കും. ഇറ്റ് സിംപ്ലി ഡിഡ് നോട്ട് വർക്ക്. പക്ഷേ യൂറോപ്പിൽ നിന്നുള്ള മെസ്സേജ്, ബിഗ്ഗസ്റ്റ് ക്ലബ്ബുകളിൽ നിന്നുള്ള മെസ്സേജ് വളരെ ക്ലിയറാണ്. മെനി വുഡ് ബി ഹാപ്പി ടു ഹാവ് ഹിം നെക്സ്റ്റ് സീസൺ.
ഇഫ് സർക്കംസ്റ്റാൻസസ് അലൗ. സാധ്യതയുണ്ട്. ഒരുപാട് ക്ലബ്ബുകളിൽ, വമ്പൻ ക്ലബ്ബുകളിൽ തന്നെ വേക്കൻസി വരികയാണ്. അപ്പോൾ ഇനിയും വമ്പൻ ക്ലബ്ബുകൾ സാവിയെ ഹയർ ചെയ്തേക്കും. പക്ഷേ റയൽ മാഡ്രിഡ് ഒരിക്കൽ കൂടി പുറത്തുനിന്ന് നോക്കുന്നവന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ക്ലബ്ബ് മറ്റുള്ള ക്ലബ്ബുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർ മാനേജേഴ്സിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. ഈവൻ അവരെ സാക്ക് ചെയ്യുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതിനുള്ള നിലമൊരുക്കുന്നു വിത്ത് ലോയൽ മീഡിയ, എയ്ഡഡ് ബൈ ലോയൽ മീഡിയ. അതിന് റയൽ മാഡ്രിഡിന് കഴിയുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്തതായിട്ട് ക്യൂവിൽ നിൽക്കുന്നത് അൽവാരോ അർബിലോയാണ്. അദ്ദേഹം കാസിയ കോച്ചായിരുന്നു. ഒരു ക്ലബ് മാനാണ്, കംപ്ലീറ്റ് ക്ലബ് മാനാണ്. പക്ഷേ സാബിയെ പോലുള്ള ഒരു ലെജൻഡിന് ഈ കൾച്ചർ മാറ്റിമറിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അർബിലോയെ സംബന്ധിച്ചിടത്തോളം അർബിലോയെ ഫേസസ് ആൻ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടാസ്ക്. അധികം വൈകാതെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും ഇതൊക്കെ തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ സീസണ് കിരീടങ്ങളൊന്നും ഇല്ലാതെ അവസാനിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും യൂറോപ്പിലെ ടോപ്സ് അവർക്ക് ഫീൽ ചെയ്യും, അവരുടെ വിശ്വാസം ശരിയാണ് എന്നൊരു തോന്നലുണ്ടാക്കും. പക്ഷേ ഫുട്ബോളിലെ വളരെ കോൺട്രാഡിക്ഷൻസ് ഉണ്ടാവാറുണ്ടല്ലോ. അതുപോലെ റയൽ മാഡ്രിഡ് കിരീടങ്ങൾ ചൂടുന്ന അവസ്ഥയിലേക്കാണ് ഈ സീസൺ അവസാനിക്കുന്നതെങ്കിൽ വീണ്ടും നമ്മൾ സെയിം കൺക്ലൂഷനിലേക്ക് തന്നെ എത്തുകയും ചെയ്യും. ദാറ്റ് സം മാനേജേഴ്സ് ഫിറ്റ് സർട്ടൻ ക്ലബ്സ് ആൻഡ് സം ക്ലബ്സ് റിഫ്യൂസസ് ടു ബി മാനേജ്ഡ് അറ്റ് ഓൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ചില മാനേജേഴ്സ് ചില ക്ലബ്ബുകളിൽ ഫിറ്റാവും, എന്നാൽ ചില ക്ലബ്ബുകൾ ഒരിക്കലും മാനേജ് ചെയ്യാൻ അനുവദിക്കാത്ത രൂപത്തിൽ അതിനെ റിഫ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ലേഖനം അവസാനിപ്പിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. വരികൾക്കിടയിൽ വായിച്ചാൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതിന് ഇനിയൊരു എക്സ്പ്ലനേഷൻ ഞാൻ നൽകേണ്ടതില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം.